ഉമ്മൻചാണ്ടിക്ക് താനുമായി യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ആണയിട്ട് പറയുന്നത്. തന്റെ കുടുംബ പ്രശ്നത്തിൽ അദ്ദേഹത്തിന് എരുതിയിൽ എണ്ണ ഒഴിക്കാതെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്കാമായിരുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്കാമായിരുന്നു എന്ന് ഈ അച്ഛൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരമാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് പത്തനാപുരത്ത് നിന്ന് ജയിച്ചു വന്നപ്പോൾ മന്ത്രിയാക്കി എന്നുള്ളതാണെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഇപ്പോഴും അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്, ആർക്ക് വേണേലും കാണാം. അങ്ങനെ അച്ഛൻ പറഞ്ഞ ആ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി ഉപദേശിക്കണമായിരുന്നെന്ന് പോലും. കൊള്ളാം. ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയമായി നീതികേട് കാണിച്ചത് താനല്ലെന്നും ഒരു വാർത്താ ചാനലിന്റെ അഭിമുഖത്തിൽ പറഞ്ഞതാ. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ഗണേഷ് കുമാറാണെന്ന് ചാണ്ടി ഉമ്മൻ ഈ കഴിഞ്ഞ മാസം പത്തനാപുരത്ത് നടന്ന ഒരു യോഗത്തിൽ പറഞ്ഞിരുന്നു, പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിനിടെ പറഞ്ഞത്. ഇതിനെതിരെയാണ് ഗണേഷ് കുമാർ വീണ്ടും രംഗത്തെത്തിയത്. ഉമ്മൻചാണ്ടിയുമായി മരിക്കും വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നയാളാണ്. എന്റെ കുടുംബം ഇല്ലാതാക്കിയെന്ന് പറഞ്ഞത് വ്യക്തിപരമായ കാര്യമാണ് പോലും. ഞാനൊന്ന് ചോദിച്ചോട്ടെ ഗണേഷ് കുമാറെ, അദ്ദേഹം മരിക്കുന്നത് വരെ താങ്കൾക്ക് അദ്ദേഹവുമായി ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെങ്കിൽ സോളാർ കേസിൽ അതിന്റെ പ്രതി 21 പേജുള്ള കത്ത് ജയിലിൽ നിന്ന് കൊടുത്തപ്പോൾ അത് 25 പേജായത് എങ്ങനെയാ ഗണേഷ് കുമാറെ? താങ്കളെ മന്ത്രിയാക്കാഞ്ഞതിന്റെ വിരോധത്തിൽ ചെയ്തതാണെന്നാ അതില് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊട്ടാരക്കര കോടതിയിൽ മൊഴി കൊടുത്തത്. അതെല്ലാവർക്കും അറിയാം. താങ്കൾക്ക് അദ്ദേഹവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ, എന്താണ് പ്രശ്നങ്ങളെന്നും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. ഇനി അരിയാഹാരം കഴിക്കാത്തവർക്ക് വല്ലതും അറിയത്തില്ലെങ്കിൽ എങ്കിലേ ഉള്ളൂ. കൃത്യമായി സ്വബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം താനും അദ്ദേഹവുമായി എങ്ങനെയായിരുന്നു എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് ഈ പ്രചാരണം ഉണ്ടാകുന്നതെന്നാണ് താങ്കൾ പറയുന്നത്. ഉമ്മൻചാണ്ടിയോട് നീതികേട് കാണിച്ചത് ഞാനാണോ? അദ്ദേഹം ജീവിച്ചിരിക്കെ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും പ്രതിപക്ഷ നേതാവാക്കിയത് ഞാനാണോ എന്നാണ് ഗണേഷ് കുമാർ ചോദിക്കുന്നത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്നത് പോലെയാണിത്. കോൺഗ്രസിനുള്ളിലെ കാര്യം എന്തിനാ ഗണേശ ഇപ്പോൾ പറയുന്നത്? കോൺഗ്രസിനുള്ളിൽ അങ്ങനെ പലതും നടക്കും. അത് അവരുടെ ആഭ്യന്തര കാര്യം. അതും ഇതും തമ്മിൽ എന്താ കാര്യം? അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാ ഗണേശപിള്ള ഇപ്പം. ഇങ്ങനാണോ? കോൺഗ്രസിൽ ആരെ പ്രതിപക്ഷ നേതാവാക്കണം, ആരെ മുഖ്യമന്ത്രി ആക്കണം, ആരെ മന്ത്രിമാരാക്കണം എന്നൊക്കെ അവര് തീരുമാനിച്ചോളൂ, അവര് ചിന്തിച്ചോളൂ. ആ കാര്യത്തിലൊന്നും ഗണേഷ് കുമാറിന്റെ ഉപദേശം കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ട. അങ്ങനെ കോൺഗ്രസിൽ എന്തെല്ലാം നടക്കുന്നു അതെല്ലാം താങ്കൾ പറഞ്ഞിട്ടാണോ ഇവിടുത്തെ ജനങ്ങൾക്കും അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാർക്കും ഒക്കെ അറിയാവുന്നത്? അതുപോലെ തന്റെ പിതാവും ഗണേഷ് കുമാറിന്റെ പിതാവുമായ ആർ ബാലകൃഷ്ണ പിള്ളയും തമ്മിലുള്ള ബന്ധം ദൃഢമായിരുന്നു എന്നാണ് ചാണ്ടി ഉമ്മൻ MLA പത്തനാപുരത്തെ പരിപാടിയിൽ പറഞ്ഞത്. തന്നെ സ്നേഹിച്ചതുപോലെയാണ് ഗണേഷ് കുമാറിനെയും അപ്പൻ സ്നേഹിച്ചതെന്നും ഗണേഷ് കുമാറിന്റെ അമ്മയെ താൻ ആന്റി എന്നാണ് വിളിച്ചിരുന്നതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. സോളാർ കേസിൽ വിവാദമായ 18 പേജുള്ള കത്ത് എങ്ങനെ 24 പേജായെന്നും അത് കോടതിയുടെ പരിഗണനയിലാണെന്നുമാണ് മനസ്സിലാക്കുന്നതെന്ന് ചാണ്ടി ഉമ്മൻ അന്ന് പറഞ്ഞിരുന്നു. 18 പേജുള്ള കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനും കോടതിയിൽ മൊഴി നൽകിയത്. ചുരുക്കത്തിൽ ഗണേഷ് കുമാർ ഇങ്ങനെ കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല. വഴിയിൽ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. പത്തനാപുരത്ത് കട്ട പുകയാകും, ഒരു സംശയം വേണ്ട.